ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു സ്പെഷ്യൽ ആയിട്ട് പായസം. ഇന്ന് നമ്മളെ വിഷു ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഉണ്ടാക്കിയാലോ? വായോ വായോ വായോ. ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാൻ ഒരു 1/2 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ നമുക്ക് ഇതിനൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇത് നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് ബദാമും ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കശുവണ്ടി പരിപ്പിൻ്റെയും ബദാമിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനൊരു 3 ക്യാരറ്റിനെ ഞാൻ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കും ആ നെയ്യിലേക്ക്. അതിനെയും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ നെയ്യിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാവും കേട്ടോ. ക്യാരറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴേ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ അതേ പാനിലേക്ക് ഞാൻ 1 ലിറ്റർ പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പശുമ്പാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും തേങ്ങാപ്പാൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇത് തിളയ്ക്കാൻ വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചൗവരിയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശമൊക്കെ ഒന്നേ ഉടഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി നമുക്കിതിലുള്ള വെള്ളം മുഴുവനും കളഞ്ഞിട്ട് ചൗവരി മാത്രം ഇട്ട് എടുക്കാം കേട്ടോ. പാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന ചൗവരി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതി. അപ്പം നമ്മളുടെ ഈ ചൗവരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചൗവരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ക്യാരറ്റ് നേരത്തെ എടുത്ത് വെച്ചില്ലായിരുന്നോ അതങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ തീയിലിട്ട് ഇത് പിന്നെയും വേവിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3-4 ഏലക്കായുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ചെറുതായിട്ടൊന്ന് ചതച്ചായിരുന്നു കേട്ടോ. കുരുവിനെ മാത്രം എടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉണ്ടല്ലോ ഒരു 300 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പശുമ്പാൽ എടുത്തേക്കണതിൻ്റെ പേരിൽ ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പശുമ്പാലായിട്ട് ഇത് പിരിയാൻ സാധ്യതയുണ്ട്. തേങ്ങാപ്പാലിലാണെങ്കിൽ അത് പ്രശ്നമില്ല. തേങ്ങാപ്പാലിലാകുമ്പോൾ നമുക്ക് ശർക്കര നേരിട്ട് ഉരുക്കി അതിലേക്ക് ഒഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ പശുമ്പാൽ എടുക്കുമ്പം നമ്മൾ ഒരിക്കലും നേരിട്ട് ചൂടാറാതെ അതിലേക്ക് ചേർക്കാൻ പാടില്ല കേട്ടോ. നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയേക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മുറത്ത് മാറ്റി വെച്ച കശുവണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായസമാണ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പായസം തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ക്യാരറ്റ് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പായസത്തിന്റെ ആളാണ് ഇനി സാക്കിക്കുട്ടി. അയ്യോ നമ്മുടെ പൊന്നിക്ക് കൊടുത്തില്ല പപ്പടം. സാക്കിക്കുട്ടി പപ്പടം വേണ്ടേ? നീ ടേസ്റ്റ് ചെയ്ത് കഴിച്ചേക്ക്. അടിപൊളിയാണോ? ഇഷ്ടയാ? സൂപ്പറാണോ? യമ്മിയാണോ? ഇഷ്ടയാ? അപ്പൊ കഴിച്ചേക്കേ. ഓക്കെ. ഇച്ചിരി പഴം പിന്നെ പപ്പടം ഇതൊക്കെ കൂടി അങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ പോണു. എങ്ങനെയുണ്ടപ്പോ എന്റെ പായസം? പൊളി അടിപൊളി. കിടിലൻ. അപ്പൊ വിഷു ഒക്കെ വരാൻ പോവല്ലേ, എല്ലാരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണ്ടോ. പൊളി പായസമാണ്, ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ.